കേരളത്തിലെ ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയില് വലിയൊരു മാറ്റം വന്നിരിക്കുകയാണല്ലോ. അതെ, വർഷങ്ങളായിട്ടൊരു നിയന്ത്രണവും ഇല്ലാതിരുന്നൊരു രംഗം. ശരിയാണ്. ഇപ്പോ സർക്കാർ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളും ഒരു വെബ് പോർട്ടലുമൊക്കെയായിട്ട് വന്നിരിക്കുന്നു. അതെ അതെ. ഇന്നലെ വരെ നിങ്ങൾക്കൊരു നാഥനില്ലായിരുന്നു. ഇന്നിപ്പോ സംസ്ഥാന സർക്കാർ നിങ്ങളെ ആകെ അംഗീകരിച്ചിരിക്കുന്നു. അത് ശരിയാണ്. ഒരു നാഥനില്ലാത്ത അവസ്ഥയായിരുന്നു. തീർച്ചയായും. അപ്പോൾ ഇതിന്റെ ഒരു പ്രാധാന്യം, എന്തുകൊണ്ട് ഈ മാറ്റം, ആർക്കൊക്കെ ഇത് ഗുണകരമാവുമെന്നൊക്കെ നമുക്കൊന്ന് ആഴത്തിൽ നോക്കാം. ഓക്കെ. അപ്പോ ഈ സർക്കാർ അംഗീകാരം കിട്ടിയെന്നത് അത് ഡയറക്റ്റ് സെല്ലർമാരുടെ കാര്യത്തിൽ ശരിക്കും എങ്ങനെയാണ് ഒരു മാറ്റം കൊണ്ടുവരുന്നത്? ഇത് എന്താ പറയുക, വെറുമൊരു നിയമത്തിന്റെ അംഗീകാരം മാത്രമല്ല. ഓ, ഇതിനൊരു സാമൂഹികമായ ഒരു അംഗീകാരം കൂടിയാണ് സർക്കാർ നൽകുന്നത്. ശരിയാണ്. വർഷങ്ങളായിട്ട് ഈ മേഖലയിലെ ആളുകൾ, സംഘടനകളൊക്കെ ആവശ്യപ്പെടുന്ന ഒന്നാണത്. ഇനി അവർക്ക് നിയമത്തിന്റെ ഒരു പരിരക്ഷ കിട്ടും. കുറച്ചുകൂടി അന്തസ്സായിട്ട് ഈ ജോലി ചെയ്യാം. അത് വലിയൊരു കാര്യം തന്നെ. പിന്നെ ഭാവിയിൽ ഒരു ക്ഷേമനിധി, ഒരു വെൽഫെയർ ഫണ്ട് പോലെയുള്ള കാര്യങ്ങൾ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ആഹാ, അപ്പോ സാമൂഹിക സുരക്ഷ ഉറപ്പാക്കാനും ഒരു സാധ്യതയുണ്ട്. ഒരുപക്ഷെ അതിലേക്കുള്ള ഒരു ആദ്യപടിയായി ഇതിനെ കാണാം. പിന്നെ ഈ തട്ടിപ്പുകളുടെ കാര്യം, അതൊരു വലിയ പ്രശ്നമായിരുന്നല്ലോ ഈ മേഖലയിൽ. ആയിരുന്നു. ഈ പുതിയ സംവിധാനം അതിനെ എങ്ങനെയാണ് തടയുന്നത്? ഈ മോണിറ്ററിംഗ് അതോറിറ്റി എന്നൊക്കെ കേട്ടു. അതാണ് പ്രധാനം. 2021 കേന്ദ്ര സർക്കാർ കുറച്ച് ചട്ടങ്ങൾ കൊണ്ടുവന്നിരുന്നു ഡയറക്റ്റ് സെല്ലിങ്ങിനു വേണ്ടി. അതനുസരിച്ച് സംസ്ഥാനത്ത് ഒരു മോണിറ്ററിംഗ് അതോറിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അതിലാരൊക്കെയുണ്ട്? അതിൽ പല എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ, പോലീസ്, GST, അങ്ങനെ പലരും ഉണ്ട്. ഓക്കെ. അപ്പോൾ ഒരു തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെട്ടാൽ ഇവർക്ക് നേരിട്ടിടപെടാം. പോലീസിലോ GSTയിലോ റിപ്പോർട്ട് ചെയ്യാം. ഇനിയിപ്പോ ഇതിന്റെ മറവിൽ വല്ല പണം പിരിവോ അനധികൃത നിക്ഷേപമോ ഒക്കെ നടന്നാല് അതും നടക്കുന്നുണ്ടല്ലോ. അതെ, അതിന് ബഡ്സ് ആക്ട് പ്രകാരം നടപടിയെടുക്കാനും വ്യവസ്ഥയുണ്ട്. ഓ, അപ്പോ നിയമ നടപടി ശക്തമാവും. തീർച്ചയായും. ഒരു പരിധിവരെ തട്ടിപ്പുകൾ കുറയ്ക്കാൻ ഇത് സഹായിക്കും. ഈ വെബ് പോർട്ടലിന്റെ കാര്യം പറഞ്ഞല്ലോ, അതെങ്ങനെയാണ് ഈ സുതാര്യത ഉറപ്പാക്കാൻ സഹായിക്കുക? അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികൾക്ക് ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. നിർബന്ധമാണോ? അതെ, അംഗീകാരത്തോടെ പ്രവർത്തിക്കണമെങ്കിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ നിങ്ങളൊരു ഉപഭോക്താവാണെങ്കിൽ ഈ പോർട്ടലിൽ കയറി നോക്കിയാൽ ഏതൊക്കെ കമ്പനികളാണ് അംഗീകൃതമായി പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാം. അത് കൊള്ളാം. അപ്പോൾ വ്യാജന്മാരെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അതെ, അതാണ് അതിന്റെ പ്രധാന ഗുണം. പിന്നെ വ്യക്തമായ മാർഗരേഖകളും കൊടുത്തിട്ടുണ്ട്. ബോധവൽക്കരണ വീഡിയോകളും വന്നിട്ടുണ്ട്. ഇതൊന്നും സംരംഭങ്ങളെ തടയാനല്ല, അല്ലേ? ഒരിക്കലുമല്ല. ഇത് കൂടുതൽ സുതാര്യത കൊണ്ടുവരാനാണ്. സത്യസന്ധമായി പ്രവർത്തിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കാനാണ്. നമ്മളിപ്പോ കടയിൽ പോയി സാധനം വാങ്ങുന്ന രീതിയൊക്കെ ഒരുപാട് മാറിയല്ലോ. ശരിയാണ്. ഓൺലൈനായി അല്ലെങ്കിൽ വീട്ടുപടിക്കൽ സാധനങ്ങൾ എത്തുന്നു. ഈ ഒരു മാറ്റവും പുതിയ നിയമങ്ങളും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? വളരെ നല്ല ചോദ്യമാണ്. വിപണന രീതികൾ മാറുമ്പോൾ ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ശരിയാണ്. അതുപോലെ സത്യസന്ധമായി കച്ചവടം ചെയ്യുന്നവരെയും സംരക്ഷിക്കണം. ഓൺലൈൻ ആയിക്കോട്ടെ, ഡയറക്റ്റ് സെല്ലിംഗ് ആയിക്കോട്ടെ, അവിടെ ഒരു വ്യക്തതയും സുതാര്യതയും വേണം. ഈ പുതിയ സംവിധാനങ്ങൾ ആ ലക്ഷ്യം വെച്ചുള്ളതാണ്. അപ്പോ ഈ രംഗത്ത് നേരായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഇതൊരു വലിയ ആശ്വാസമായിരിക്കും, അല്ലേ? തീർച്ചയായും. വലിയൊരു പ്രോത്സാഹനമാണിത്. അവരുടെ ആത്മവിശ്വാസം കൂടുമോ? ഉറപ്പായും. ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള ഒരു ഐഡന്റിറ്റി കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇനിയിപ്പോ വ്യാജന്മാർക്ക് അത്ര എളുപ്പത്തിൽ ആളുകളെ പറ്റിക്കാൻ പറ്റില്ല. ഓക്കേ. ജനങ്ങൾക്കും ഒരു സുരക്ഷിതത്വ ബോധത്തോടെ ഇവരെ സമീപിക്കാം. കേരളം ഒരു മാതൃകയാവുകയാണ് ഈ കാര്യത്തിൽ. രാജ്യത്തിന് തന്നെ ഒരു മാതൃക. അതെ. എന്നാൽ ഉപഭോക്താക്കൾക്കും കുറച്ച് ഉത്തരവാദിത്വമുണ്ടാവില്ലേ? അവരെന്താണ് ശ്രദ്ധിക്കേണ്ടത്? തീർച്ചയായും ഉണ്ട്. ഉപഭോക്താക്കൾ ഒന്നാമതായി അവരുടെ അവകാശങ്ങളെപ്പറ്റി ബോധവാന്മാരാകണം. ശരി. ഒരു കമ്പനി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഏജന്റ് വരുമ്പോൾ അവർക്ക് സർക്കാർ അംഗീകാരമുണ്ടോ, പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കാം. സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാമല്ലോ. അതെ. എന്തെങ്കിലും പരാതിയുണ്ടെങ്കിൽ അത് അറിയിക്കാനുള്ള സംവിധാനവും ഉണ്ടാവും. അപ്പോൾ തെറ്റായ കാര്യങ്ങൾ കണ്ടാൽ പ്രതികരിക്കാനും തയ്യാറാകണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കേരള സർക്കാർ ഈ ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയെ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചു. അതെ. തട്ടിപ്പുകൾ തടയാനും ഉപഭോക്താക്കളെയും നല്ല വിൽപ്പനക്കാരെയും സംരക്ഷിക്കാനും ഒരു കൃത്യമായ ചട്ടക്കൂട് കൊണ്ടുവന്നു. ഒരു വെബ് പോർട്ടൽ വഴി സുതാര്യതയും ഉറപ്പാക്കുന്നു. ശരിയാണ്. ഇതെല്ലാം കൂടി ഈ മേഖലയ്ക്ക് ഒരു പുതിയ ദിശാബോധം നൽകും എന്ന് തന്നെ കരുതാം. ശരി.